മനീഷ് സിസോദിയ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുന്നു. രാജ്കുമാർ ആനന്ദ് രാജിവെച്ച ഒഴിവിലേക്കാകും മന്ത്രിസഭയിൽ അദ്ദേഹം എത്തുക. സിസോദിയെ മന്ത്രിസഭയിൽ തിരികെ എത്തിക്കാനുള്ള നീക്കത്തിനെതിരെ BJP രംഗത്തെത്തി. ഭരണഘടനയുടെ 239 അനുച്ഛേദമനുസരിച്ച് മുഖ്യമന്ത്രിയടക്കം പരമാവധി 7 മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താം. ജയിൽ മോചിതനായ മനീഷ് സിസോദിയ മന്ത്രിയാകുന്നത് രാഷ്ട്രീയമായും നേട്ടമാകുമെന്ന് ആം ആദ്മി പാർട്ടി വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ഒഴിവുള്ള മന്ത്രിസ്ഥാനം നൽകി സിസോദിയെ തിരികെ മന്ത്രിസഭയിലെത്തിക്കാനുള്ള തീരുമാനം. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളിലുള്ള സംശയം ഇല്ലാതാക്കാൻ അത് ഉപകരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുന്നു. സിസോദിയയ്ക്ക് ജാമ്യം കിട്ടിയ സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനും ഉടൻ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. സിസോദിയയുടെ സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകുമെന്ന് ആം ആദ്മി പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ സിസോദിയ പാർട്ടി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. അരവിന്ദ് കെജ്രിവാളിനെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചനകൾ നടക്കുന്നുവെന്ന് മനീഷ് സിസോദിയ. जनता के दिल के दरवाजे खुले हुए हैं. आप जेल के दरवाजे बंद कर सकते हो, लेकिन जनता के दिल के दरवाजे बंद नहीं कर सकते. जनता के दिलों में आज भी वही नारा गूंज रहा है पिछले 10 साल से. बताइए क्या भ्रष्टाचार का एक ही काल. അതേസമയം സിസോദിയെ മന്ത്രിസഭയിലേക്ക് തിരികെ എത്തിക്കാനുള്ള നീക്കം പരിഹാസ്യമാണെന്ന് BJP പ്രതികരിച്ചു. അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയാണ് ആം ആദ്മി ഇതിലൂടെ പ്രഖ്യാപിക്കുന്നതെന്ന് BJP കുറ്റപ്പെടുത്തി. 24 ഡൽഹി.